ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം നിലയിൽ തന്നെ തുടരുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. പല പ്രദേശങ്ങളിലും വായു ഗുണനിലവാര സൂചിക 300 കടന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്ന് സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടാകെ ഒരു മഞ്ഞ് ഒക്കെ പിടിച്ച അവസ്ഥ പോലെയുണ്ട് കാര്യങ്ങൾ. 300 കടന്നു എന്ന് പറയുമ്പോൾ അതീവ മോശ അവസ്ഥയിൽ തന്നെയാണ്. എന്താണ് ഇപ്പോൾ വേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ വായു ഗുണനിലവാര സൂചിക ഇങ്ങനെ മോശമാകുന്നത്? ഇപ്പോൾ ഈ മറ്റ് ദീപാവലി ആഘോഷങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണോ? എന്താണ് സംഭവിച്ചത്? ജിൽസി, എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെറിയ രീതിയിൽ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഈ തണുപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഇവിടുത്തെ വായു ഗുണനിലവാരം മോശം നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദീപാവലിയോട് അനുബന്ധിച്ചുള്ള പടക്കം പൊട്ടിക്കൽ വളരെ വിപുലമായി തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ തവണയും വലിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെയും മറികടന്നുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പടക്കം പൊട്ടിക്കൽ നടക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വായു ഗുണനിലവാര സൂചിക ഡൽഹിയിലെ ഭൂരിഭാഗം ഭാഗങ്ങളിലും 300-ന് മുകളിലേക്ക് എത്തിയിരിക്കും. നമുക്കറിയാം, ഇവിടെ ശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ നവംബർ പകുതിയോടുകൂടിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് 500-ഉം 600-ഉം ഒക്കെ ആവുന്നത്. സാധാരണ നിലയിൽ ഈ ഒരു ഒക്ടോബർ ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യവാരം മുതൽ തന്നെ വായു ഗുണനിലവാരം മോശം നിലയിലേക്ക് പോകാറുണ്ട്. അത് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും മാറിയിരിക്കുകയാണ്. വലിയ മോശം കാലാവസ്ഥയിലേക്ക് ഡൽഹി പോകുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് അത് 300-ന് മുകളിലേക്ക് പോകുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് ശ്വസിക്കാൻ പറ്റുന്ന ഒരു വായു ഗുണനിലവാരം എന്ന് പറയുന്നത് 50 അത് സ്വാഭാവികമായിട്ടും നമ്മുടെ എറണാകുളം ജില്ലയിൽ മാത്രമേ 50-ന് മുകളിലേക്ക് പോകാറുള്ളൂ. പക്ഷേ ഡൽഹിയിൽ സ്വാഭാവികമായിട്ടും എപ്പോഴും എല്ലാ സമയത്തും നിലനിൽക്കുന്നത് 150-ന് മുകളിലാണ്. അതായത് അത്രത്തോളം പൊല്യൂട്ടറായിട്ടുള്ള ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പൊല്യൂട്ടറായിട്ടുള്ള ഒരു നഗരമാണ് ഡൽഹി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ വാഹനങ്ങൾ തന്നെയാണ്. ഡൽഹിയിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ഉണ്ട്, ഹരിയാന ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട് അടക്കമുള്ള ഏകദേശം 4-5 സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളാണ് ഡൽഹി വഴി ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വാഹനങ്ങളുടെ പുകയും അതോടൊപ്പം തന്നെ മറ്റ് ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനീകരണത്തിന്റെ പുകയും അതോടൊപ്പം ഈ തണുപ്പായ സമയത്താണ് ഇവിടുത്തെ ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ ദീപാവലിയോടനുബന്ധിച്ച് നടക്കുന്ന പടക്കം പൊട്ടിക്കലും ഒക്കെയാണ് വലിയ രീതിയിൽ ഡൽഹിയെ ശ്വാസം മുട്ടിക്കുന്നത്. ഇന്ന് വന്ന ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിലെ വായു ഗുണനിലവാര സൂചികയാണ്. ആനന്ദ് വിഹാറാണ് ഏറ്റവും കൂടുതൽ, അത് 404-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ ഏറ്റവും വായു മോശം നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആനന്ദ് വിഹാറിലാണ്. അതോടൊപ്പം തന്നെ സിരിഫോർട്ടിൽ 317, RK പുരം 322, നെഹ്റു നഗർ 310, ദ്വാരക സെക്ടർ 8 327, അശോക് വിഹാർ 304, ജഹാംഗീർപുരി 314, വിവേക് വിഹാർ 349, ബസീർപുരി 361, ഭവാന 303. അതായത് ഈ ഡൽഹിയിലെ ഭൂരിഭാഗം നഗരപ്രദേശത്തെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ 300-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വ്യക്തമാണ് സജു, അങ്ങനെ വളരെ മോശം അവസ്ഥയിലൂടെ തന്നെയാണ് ഡൽഹിയിലെ വായു ഗുണനിലവാരം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് സജു പറയുന്നത്. എന്തായാലും പല ആഘോഷങ്ങളൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. ദീപാവലി ആഘോഷം കൂടി പടക്കം വല്ലാതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് 300 എന്നുള്ളത് 600-ലേക്കൊക്കെ എത്തിച്ചു. അതെ, മുൻപ് അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇതൊക്കെ ശരിയായി വന്നത്. അപ്പൊ ശരി.